Next, simple microscope, relaxed view. സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഒരു ടൈപ്പ് നമ്മൾ പഠിച്ചു. അത് ചെറിയൊരു സ്ട്രെയിൻ എടുത്തിട്ട് നമ്മൾ വ്യൂ ചെയ്യുകയാണ്. കുറേ നേരം വാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, സ്ട്രെയിൻ വരും. അത് അവിടെ ഇമേജ് വളരെ അടുത്തായിരിക്കും, ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് വിഷൻ ആണ്. 25 സെൻറ്റിമീറ്റർ അകലെ ഇമേജ് വരും. കുറേയും കൂടിയും ലാർജർ ഇമേജ് കിട്ടും, പക്ഷേ ചെറിയൊരു സ്ട്രെയിൻ വരും. നമുക്ക് ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ ഇമേജിനെ വാച്ച് ചെയ്യണം. മാഗ്നിഫിക്കേഷൻ ചെറുതായിട്ട് കുറയുമെങ്കിലും ഒരു റീസണബിൾ ലെവൽ ഓഫ് മാഗ്നിഫിക്കേഷനുണ്ട്. റിലാക്സ്ഡ് വ്യൂ കിട്ടണം. എത്ര നേരം വേണമെങ്കിലും തുടർച്ചയായിട്ട് നോക്കിയാലും ഒരു സ്ട്രെയിൻ വരാത്ത രീതിയിൽ. അതിനുള്ള എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ലെൻസേ ഉള്ളൂ, കോൺവെക്സ് ലെൻസ്. ഇത് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ഇതൊരു ഫോക്കസ് ആണ്, അറിയാമല്ലോ. റൈറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് പാരലായിട്ട് വന്നാൽ ഇവിടെ മീറ്റ് ചെയ്യും. ഇത് F1 എന്ന് ഞാൻ വിളിക്കുകയാണ് പേര്. അതുപോലെ ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു ഫോക്കസ് ഉണ്ട്, F2. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു ഒബ്ജക്റ്റ് വെക്കുകയാണ്, അപ്രോക്സിമേറ്റ്ലി അറ്റ് ദ ഫോക്കസ്. ഏകദേശം ഫോക്കസിനടുത്താണ്. ഫോക്കസിൽ നിന്ന് സ്വല്പം ഒരു മില്ലിമീറ്ററോ 0.5 മില്ലിമീറ്ററോ വേണമെങ്കിൽ സ്വല്പം ഉള്ളിലോട്ട് പോവാം. അപ്രോക്സിമേറ്റ്ലി അറ്റ് F1 ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇമേജ് എവിടെ വരും? ഞാൻ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് വേണ്ടി A എന്നുള്ള ഒരു ഹൊറിസോണ്ടൽ റേ വരയ്ക്കുക. അത് വരച്ചു കഴിഞ്ഞാൽ അത് റിഫ്രാക്റ്റ് ചെയ്തിട്ട് F2 കൂടി പാസ് ചെയ്യും. നമുക്കറിയാം അത്. A എന്ന് വരുന്ന വേറൊരു റേ ത്രൂ ഒപ്റ്റിക്കൽ സെൻറ്റർ, അത് ഡീവിയേഷൻ ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ഇവിടെ നിന്ന് വാച്ച് ചെയ്യുമ്പോൾ രണ്ട് പാരലൽ റേസ് എൻ്റെ കണ്ണിലോട്ട് വരികയാണ്, അല്ലേ? രണ്ട് പാരലൽ റേസ്. ഇത് രണ്ടും മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. പക്ഷേ ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലെഫ്റ്റിൽ മീറ്റ് ചെയ്യുന്നില്ല. മീറ്റിംഗ് അറ്റ് ഇൻഫിനിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 100 കുറേ കിലോമീറ്ററോളം മൂവ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുമായിരിക്കും, പ്രൊവൈഡഡ് ഈ ഒബ്ജക്റ്റ് F1 നിന്ന് ജസ്റ്റ് ഒരു 0.5 മില്ലിമീറ്ററോ അതിനേക്കാളും ചെറുതോ സ്വല്പം നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ഡോട്ട് ലൈൻസും കുറേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി മീറ്റ് ചെയ്യും. തിയറിറ്റിക്കലി ദേ മീറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി, ഐ മീൻ ഫോക്കസ്, ദ ഇമേജ് വിൽ ബി അറ്റ് ഇൻഫിനിറ്റി. വളരെ അകലെയാണ്, കിലോമീറ്ററോളം അകലെയായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് കിട്ടുന്നത്. ബട്ട് ഇറ്റ് വിൽ ബി ഇറക്റ്റ്, വളരെ വലുതാണ്, ലാർജറാണ്. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലാർജറാണ്. പക്ഷേ അതുകൊണ്ട് യൂസ് ഇല്ല. ഇതിൻ്റെ 1000 ഇരട്ടി ഒബ്ജക്റ്റിൻ്റെ സൈസ് കൂടി. ഇമേജ് ഇതിൻ്റെ 1000 ടൈംസ് ആണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇമേജ് എവിടെ വന്നിരിക്കണേന്ന് നോക്കണം. കിലോമീറ്ററോളം കണക്കിന് അകലെയാണ്. അപ്പോൾ അതുകൊണ്ട് ലീനിയർ മാഗ്നിഫിക്കേഷൻ ഹാസ് നോ യൂസ്. ശരിയല്ലേ? ഇപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ ആണ്. അത് എൻലാർജ് ചെയ്ത് 1000 സെൻറ്റിമീറ്ററായി മാറി. എവിടെയാണ്? ഒരുപാട് കിലോമീറ്ററോളം അകലെ. അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ലീനിയർ മാഗ്നിഫിക്കേഷൻ 1000 ആണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്കത് അത്ര വലിയ സൈസ് ഉള്ളതുപോലെ തോന്നില്ലല്ലോ, വളരെ അകലെയാണെങ്കിൽ. സോ ലീനിയർ മാഗ്നിഫിക്കേഷൻ 1000 ആണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. In this case, if the object is image is obtained at very far, വളരെ അകലെയാണ് ഇമേജ് കിട്ടണമെങ്കിൽ, we don't use linear magnification, we use only angular magnification. ആംഗിൾ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആവുക, അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ ടെലസ്കോപ്പൊക്കെ പറയുമ്പോൾ ആംഗുലർ മാഗ്നിഫിക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മളൊരു സ്റ്റാർ അല്ലെങ്കിൽ മൂൺ വാച്ച് ചെയ്യുകയാണ്. ഇതൊരു മൂണാണെന്ന് വിചാരിക്കുക. നമ്മൾ വാച്ച് ചെയ്യുകയാണ്. ഈ മൂണ് സപ്പോസ് ടെലസ്കോപ്പില്ലാതെ ഞാൻ വാച്ച് ചെയ്യുമ്പോൾ ദിസ് മൂൺ സബ്ടെൻ ആൻ ആംഗിൾ, സേ ഒരു എക്സാമ്പിളായിട്ട് മാത്രം കരുതിയാൽ മതി, സേ 1 ഡിഗ്രി ഇൻ അവർ ഐ. ഈ മൂണ് എൻ്റെ കണ്ണിൽ 1 ഡിഗ്രി സബ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ടെലസ്കോപ്പ് യൂസ് ചെയ്തപ്പോൾ ആംഗിൾ ഇമ്പ്രൂവ് ആയി. 1 ഡിഗ്രി എന്നുള്ളത് ബിക്കംസ് 10 ഡിഗ്രി. അപ്പോൾ 1 ഡിഗ്രി എന്നുള്ള ഇനീഷ്യൽ ആംഗിൾ ഇൻക്രീസ് ചെയ്ത് 10 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ വന്നു എന്ന് പറയാം. അപ്പോൾ
അപ്പോൾ ആംഗിൾ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ലിയർ വിഷൻ ഉണ്ടാവുമല്ലോ, ശരിയല്ലേ? അപ്പോൾ മൂണിൻ്റെ 1000 ടൈംസ് കൂടിയെന്നോ 10 ലാക്ക് കൂടിയെന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഹൗ മച്ച് ടൈംസ് ആംഗിൾ ഈസ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടി. അപ്പോൾ ഇനീഷ്യൽ ആംഗിളിൽ നിന്ന് എത്ര ടൈംസ് കൂടി അല്ലേ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ബെറ്റർ വിഷൻ അല്ലേ. സോ വളരെ അകലെയുള്ള ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വി പ്രിഫർ ആംഗുലർ മാഗ്നിഫിക്കേഷൻ. അല്ലാതെ മൂണിൻ്റെ സൈസ് 1000 കൂടിയെന്നൊന്നും പറയുന്നേക്കാളും ബെറ്റർ ആംഗിൾ ഈസ് ഇംപ്രൂവ്ഡ് ബൈ ദിസ് മച്ച് എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇഫ് ദ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഈസ് യൂസ്ഡ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വാട്ട് ഈസ് ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് മൈക്രോസ്കോപ്പ്? മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ എങ്ങനെയാണ് നമ്മൾ ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത്? അതായത് ലെൻസ് ഇല്ലാതെ നോക്കുമ്പോൾ എത്ര ആംഗിൾ കിട്ടും നോക്കും. ലെൻസ് ഇല്ലാതെ നമ്മൾ വാച്ച് ചെയ്യുമല്ലോ ഒബ്ജക്റ്റ്. ഈ എ ബിനെ ഞാൻ ലെൻസ് ഇല്ലാതെ വാച്ച് ചെയ്യാണ്. θ0 എന്ന് പറഞ്ഞ ആംഗിൾ. ലെൻസ് ഉപയോഗിക്കുമ്പോൾ ആംഗിള് കൂടി, നേരത്തെ പറഞ്ഞ പോലെ മൂണിൻ്റെ കേസിൽ സംഭവിച്ച പോലെ. ലെൻസ് ഇല്ലാതെ നോക്കിയപ്പോൾ θ0 ആംഗിളാണ് സബ്റ്റെൻഡ് ചെയ്തത് കണ്ണിൽ. ലെൻസ് ഉപയോഗിച്ചപ്പോൾ ആംഗിള് സ്വല്പം കൂടി, θ ആയി. അങ്ങനെയാണെങ്കിൽ ആംഗുലർ മാഗ്നിഫിക്കേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് θi ബൈ θ0. θi എന്ന് പറഞ്ഞാൽ ഇമേജ് ഉണ്ടാക്കുന്ന ആംഗിള്, θ0 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിള്. ഈ റേഷ്യോനെ പറയുന്ന പേരാണ് ആംഗുലർ മാഗ്നിഫിക്കേഷൻ. ഇമേജ് അകലെയാണ് ഫോം ചെയ്യണമെങ്കിൽ വി യൂസ് ഓൺലി ആംഗുലർ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് θo എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ നമ്മൾ ലെൻസ് ഇല്ലാതെ വാച്ച് ചെയ്യാണ്. ഓക്കെ, ഒബ്ജക്റ്റ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിള്. ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് നമ്മൾ വാച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വെച്ച് വാച്ച് ചെയ്യുന്നതോളം ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി ആണ് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, ഇവിടെ ഇമേജ് ഉണ്ടാവുന്ന ഇൻഫിനിറ്റിയിലാണ്. അപ്പോൾ ഞാൻ θo എന്താണെന്ന് പറഞ്ഞുതരാം. ലെൻസ് ഇല്ലാതെ ഞാൻ ഒരു ഒബ്ജക്റ്റ് വാച്ച് ചെയ്യാൻ പോവാണ്. എ ബി എന്നാണ് ഒബ്ജക്റ്റ്. എ ബി എന്തെങ്കിലും ഒരു 1 സെൻറ്റിമീറ്റർ എങ്ങാനും ഹൈറ്റേ ഉള്ളൂ, 1 സെൻറ്റിമീറ്ററോ ഈവൻ ലെസ് ദാൻ ദാറ്റ് ഒരു ഒബ്ജക്റ്റ് ഞാൻ വാച്ച് ചെയ്യാണ്. ഈ ഒബ്ജക്റ്റിനെ പറ്റിയുള്ള ക്ലിയർ വ്യൂ കിട്ടണമെങ്കിൽ ഈ ഒബ്ജക്റ്റ് വളരെ അകലെ വെക്കാൻ പാടില്ല, കണ്ണിന് അടുത്ത് വെക്കേണ്ടി വരും. ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് വിഷൻ അകലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന് നമുക്ക് കുറേയും കൂടിയും മാക്സിമം ക്ലാരിറ്റിയോടുകൂടി കാണാൻ പറ്റും. ലെൻസ് ഇല്ലാതെ ഞാൻ വാച്ച് ചെയ്യാണ് കേട്ടോ. ഈ ഒബ്ജക്റ്റ് ഞാൻ ലെൻസ് ഇല്ലാതെ വാച്ച് ചെയ്തിട്ട് ബെറ്റർ ക്ലാരിറ്റി, ഇതിനകത്തുള്ള ഓരോ പോയിന്റുകളും എനിക്ക് പ്രോപ്പറായിട്ട് ഐഡിയ കിട്ടണമെങ്കിൽ ഈ ഒബ്ജക്റ്റ് എൻ്റെ കണ്ണിൽ നിന്ന് 25 സെൻറ്റിമീറ്റർ അകലെ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് ഒരു റീസണബിൾ ലെവലിൽ ഒബ്ജക്റ്റിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ കിട്ടും. ആ ആംഗിളാണ് ഇവിടെ ഞാൻ പറഞ്ഞ θ0, ഒബ്ജക്റ്റ് വാച്ച് ചെയ്യുന്ന ആംഗിള്. വി ഡോണ്ട് യൂസ് ലെൻസ് ഹിയർ. മൈക്രോസ്കോപ്പിൽ θ0 എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് 25 സെൻറ്റിമീറ്റർ അകലെ നിന്ന് വാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ കണ്ണിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ സബ്റ്റെൻഡഡ് അറ്റ് അവർ ഐ, അതാണ് θ0. അത് നോക്കുന്നത് മിനിമം ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് വിഷനിലാണ് നമ്മൾ നോക്കുന്നത്. വളരെ അകലെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ 1 സെൻറ്റിമീറ്റർ ലെങ്ത് ഹൈറ്റുള്ള ഒബ്ജക്റ്റ് ഒന്നും പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ലല്ലോ. 25 സെൻറ്റിമീറ്ററിന് വരെ 24 20 ആക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിനാണ്. അതുകൊണ്ട് 25 എങ്കിലും വെക്കണം. ഓക്കെ ആണല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ θ0 എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ നോക്കാം, ഞാൻ എ ബി ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് ആണല്ലോ, ഞാൻ അതിനെ h എന്ന് എഴുതിക്കോട്ടെ. h ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. പിക്ചർ പ്രകാരം tan θ0 എന്താണ്? ഈ പിക്ചർ സെക്കൻഡ് പിക്ചർ നോക്ക്. tan θ0 ഈക്വൽ ടു h/d, ശരിയല്ലേ? tan θ0 എന്താണ്? h/d ആണ്. d25. tan θ0 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി θ0 തന്നെയാണ്. ചെറിയ ഒബ്ജക്റ്റ് അല്ലേ, 1 സെൻറ്റിമീറ്ററും അതിനേക്കാളും ചെറുത്. നമ്മൾ മൈക്രോസ്കോപ്പിൽ വാച്ച് ചെയ്യുന്ന കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ θ0 ഈസ് വെരി സ്മോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ tan θ0 അപ്രോക്സിമേറ്റ്ലി θ0 തന്നെയാണ്. θ0 ഈക്വൽ ടു h/d എന്ന് കിട്ടി, ഇക്വേഷൻ നമ്പർ 1.
അപ്പോൾ ലെൻസിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് വാച്ച് ചെയ്യുമ്പോൾ തീറ്റ 0 ഈസ് ഈക്വൽ ടു h/d ആണ്. ഓക്കെ, ക്ലിയർ ആയി. ഇനി അടുത്തത് നമ്മൾ ലെൻസ് വെച്ച് വാച്ച് ചെയ്യാണ്. ലെൻസ് വെച്ച് വാച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഈ ഒബ്ജക്റ്റ് എൻ്റെ കണ്ണിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ഏതാണെന്ന് പറയാമോ? ഈ ആംഗിൾ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ആംഗിൾ ഞാൻ ലെൻസ് വെച്ചിട്ട് നോക്കുമ്പോൾ ആംഗിൾ വ്യത്യാസം വരുന്നുണ്ട്. ഏത് ആംഗിളാണെന്ന് മനസ്സിലായില്ലേ? ഈ ആംഗിൾ, ദിസ് ആംഗിൾ. ഈ ആംഗിളാണ് എൻ്റെ കണ്ണിൽ സബ്റ്റെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലാർജർ ദാൻ തീറ്റ 0. അത് ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഞാനിപ്പോൾ അതിൻ്റെ പ്രൂഫായിട്ട് ഞാൻ പറയുന്നില്ല. ക്ലിയർലി ദിസ് തീറ്റ ഐ വിൽ ബി ലാർജർ ദാൻ തീറ്റ 0 ആയിരിക്കും. അപ്പോൾ ഈ തീറ്റ ഐ ആണ് കണ്ണിൽ ഈ ഒബ്ജക്റ്റ് സബ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ ആ പിക്ചർ നോക്കാം. ഫസ്റ്റ് പിക്ചർ റെഫർ ചെയ്യുക. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ദിസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റെഫർ ചെയ്യുക. ഷെയ്ഡ് ചെയ്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റെഫർ ചെയ്യുക. ടാൻ തീറ്റ ഐ എന്ത് വരും? ടാൻ തീറ്റ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എച്ച് അല്ലേ? തീറ്റ ഐയുടെ ഓപ്പോസിറ്റ് സൈഡ് എച്ച് ആണ്. അഡ്ജസൻറ്റ് സൈഡോ? അത് ഫോക്കൽ ലെങ്ത് അല്ലേ? നമ്മൾ ഒബ്ജക്റ്റ് ഏകദേശം ഫോക്കസിൻ്റെ അടുത്താണ് വെക്കുന്നത്. സ്ട്രെയിൻ ഉണ്ടാവാൻ പാടില്ല. ഇമേജ് ഇൻഫിനിറ്റിയിലാണ്, വളരെ കിലോമീറ്ററോളം അകലെയാണ് ഇമേജ് കിട്ടുന്നത്. ഇമേജ് ഉണ്ട് ബട്ട് വെരി ഫാർ. പക്ഷെ സ്ട്രെയിൻ ഉണ്ടാവില്ല. മണിക്കൂറോളം നേരം എനിക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ടാൻ തീറ്റ ഐ ഓപ്പോസിറ്റ് സൈഡ് എച്ച്, അഡ്ജസൻറ്റ് സൈഡ് എഫ് ആണ്. ഈ ഡിസ്റ്റൻസ് ഫോക്കൽ ലെങ്താണ്. തീറ്റ ഐ ഓൾസോ സ്മോളർ. ചെറിയ ഒബ്ജക്റ്റ് അല്ലേ വാച്ച് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പ്. അപ്പോൾ ടാൻ തീറ്റ ഐ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി തീറ്റ ഐ തന്നെയാണ്. ദാറ്റ് ഈസ് h/f. ഇക്വേഷൻ നമ്പർ 2. എന്താണ് ആംഗുലാർ മാഗ്നിഫിക്കേഷൻ? ആംഗിൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്? ആംഗുലാർ മാഗ്നിഫിക്കേഷൻ നമ്മൾ എം എന്ന് തന്നെയാണ് അതിനെ ഡിനോട്ട് ചെയ്യാറ്. അതെന്താണെന്ന് അറിയാമോ? ഇമേജ് ഫോം ചെയ്യുന്ന ആംഗിള് ബൈ ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്ന ആംഗിള്. ഫോർമുല ഓർത്ത് വെച്ചോ. തീറ്റ ഐ ബൈ തീറ്റ 0, തീറ്റ ഒ. ഓക്കെ, തീറ്റ ഐ ഇമേജ് ഫോം ചെയ്യുന്ന ആംഗിള് എത്രയാണ്? h/f ആണ്. തീറ്റ 0, തീറ്റ ഒ ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്ന ആംഗിള് ഇൻ അവർ ഐ h/d ആണ്. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ h/f ഇൻറ്റു d/h വരും അല്ലേ? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ h/f ഇൻറ്റു d/h വരും. എച്ചും എച്ചും ക്യാൻസലായി പോയിട്ട് d/f കിട്ടും. സോ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു d/f ആണ്. എം എന്ന് തന്നെയാണ് നമ്മൾ എഴുതാറുള്ളൂ ആംഗുലാർ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാണ്. യൂസിങ് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. ദ ബെനിഫിറ്റ് ഈസ് നോ സ്ട്രെയിൻ ഓൺ അവർ ഐ. ഈവൻ ദെൻ മാഗ്നിഫിക്കേഷൻ ഈസ് ദർ. മാഗ്നിഫിക്കേഷൻ ഉണ്ട്. d/f. എഫ് വല്ല ചെറുതായിരിക്കും കമ്പയർഡ് ടു ഡി. എഫ് വളരെ ചെറുതായിരിക്കും. അപ്പോൾ d/f മാഗ്നിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. നോ സ്ട്രെയിൻ ഇൻ അവർ ഐ. ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ.